മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യത്തിന് അനുകൂല തീരുമാനം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ വനിതാ ജഡ്ജിമാർ ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. വ്യാഴാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വനിതാ ജഡ്ജി വേണം എന്ന നടിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു കഴിഞ്ഞോ? ജഡ്ജിയെ എപ്പോഴായിരിക്കും തീരുമാനിക്കുക? വിവരങ്ങൾ. ധന്യ, വനിതാ ജഡ്ജി വേണമെന്ന ഇരയുടെ ആവശ്യം ഏതാണ്ട് അംഗീകരിച്ച രീതിയിലാണ് കോടതി ഇന്ന് സംസാരിച്ചത്. അതായത് എറണാകുളം, തൃശൂർ ജില്ലകളിലെ വനിതാ ജഡ്ജിമാർ ആരൊക്കെയുണ്ട് എന്ന് അന്വേഷിച്ച് വ്യാഴാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കും. സ്ത്രീകളും കുട്ടികളും ഇരയാകുന്ന കേസുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്ത് മതിയായ കോടതികളില്ല എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ഇത് ഗുരുതരമായ സാഹചര്യമാണ്. പ്രതിയുടെ മുന്നിലൂടെ ഇരയായ വ്യക്തിക്ക് കോടതിയിലെത്തേണ്ട സാഹചര്യം നിർഭയമായി ഇരകൾക്ക് മൊഴി നൽകാൻ സാധിക്കുന്നില്ല. ചില ഘട്ടങ്ങളിൽ ഇരകളെ പ്രതികൾ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യവും കോടതികളിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ പ്രത്യാഘാതമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കേസുകൾ ക്രമാതീതമായി സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പീഡനത്തിന്റെ ഇരയാകുന്നവർക്ക് മൊഴി നൽകാൻ കോടതികളിൽ പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സ്ഥിതി വളരെ ദയനീയമാണ് എന്നും കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും കോടതി കേസ് അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അന്തിമ തീരുമാനം വ്യാഴാഴ്ചയാണോ എടുക്കുക? ജഡ്ജിമാരെ തിരയുന്ന കാര്യത്തിൽ തൃശൂർ, എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമുള്ള ജഡ്ജിമാരെ ആയിരിക്കുമോ നിയമിക്കുക? തൃശൂർ, എറണാകുളം ഭാഗത്തുള്ള ജഡ്ജിമാരുടെ ലിസ്റ്റ് എടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതി ഒരു തീരുമാനത്തിലെത്തുക. അവിടെ ജഡ്ജിമാർ ആവശ്യത്തിനുണ്ടെങ്കിൽ, ഏതെങ്കിലും വനിതാ ജഡ്ജിമാരുടെ സേവനം ലഭ്യമാകുമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ നിയോഗിക്കാനാണ് കോടതി ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഒരു ഉത്തരവ് വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഏതായാലും അവിടെ ജഡ്ജിമാർ ഇല്ല എങ്കിൽ, ഈ 2 ജില്ലകളിലും ജഡ്ജിമാരില്ലെങ്കിൽ മാത്രമേ മറ്റ് ജില്ലകളിലെ ജഡ്ജിമാരുടെ സാന്നിധ്യം പരിശോധിക്കേണ്ടതുള്ളൂ. വനിതാ ജഡ്ജി ആവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജിയിൽ കോടതിയുടെ നിരീക്ഷണം ഏത് രീതിയിലായിരുന്നു ശ്രീനാഥ്? വനിതാ ജഡ്ജി വേണം എന്ന നടിയുടെ ആവശ്യം അത് വളരെ കാലമായി നടി പല വേദികളിലും ഉന്നയിക്കുകയാണ്. ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ജഡ്ജിമാരുടെ ലിസ്റ്റ് എടുക്കാനായി ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ ആരാണോ യോഗ്യരായ ജഡ്ജിമാരുള്ളത്, വനിതാ ജഡ്ജിമാരുള്ളത്, അതനുസരിച്ച് കോടതി തന്നെ കണ്ടെത്തി ഏതെങ്കിലും ഒരു ജഡ്ജിമാരെ ഈ ആവശ്യത്തിന് നിയോഗിക്കുകയായിരിക്കും ചെയ്യുക. ഏതായാലും വിചാരണ ഉടനെ ആരംഭിക്കുമെന്നൊരു സൂചനയാണ് ഇതുവഴി ലഭ്യമാകുന്നത്. പലതരത്തിൽ ഈ വിചാരണ വൈകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിരവധി ഹർജികളും ഉപഹർജികളും ഒക്കെ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വിചാരണ വളരെ അധികം വൈകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വനിതാ ജഡ്ജി വേണം എന്ന ഒരു ആവശ്യവും ഇരയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കോടതി ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത്. അതോടൊപ്പം നടത്തിയ പരാമർശങ്ങളാണ്, വളരെ ഗുരുതരമായ ചില പരാമർശങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കേസുകൾ പരിഗണിക്കാനുള്ള സാഹചര്യമോ പ്രത്യേക സംവിധാനമോ സംസ്ഥാനത്തില്ല. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആ സംവിധാനമുണ്ട്. ഇവിടെയും ആ സംവിധാനം വേണ്ടതാണ്. കാലം ഏറെ കടന്നുപോയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അത് വളരെ കഷ്ടമാണ് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. ശരി ശ്രീനാഥ്, നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ശ്രീനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.